പ്രിയമുള്ളവരെ, ഒരു വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഇന്ദിരാഗാന്ധി ജീവിച്ച വീടിനുള്ളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. അതീവ ഹൃദ്യമായിരിക്കും. പല ചരിത്ര സംഭവങ്ങളും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധി ഏറ്റവും അവസാനം നടന്ന വഴിയോരമാണ് ഈ കാണുന്നത്. ഇവിടെ വെച്ചാണ് സ്വന്തം അംഗരക്ഷകരാൽ ഇന്ദിരാഗാന്ധി ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടത്. നമുക്കിതൊന്ന് ചുറ്റിക്കാണാം. പ്രിയമുള്ളവരെ, ആ ഗ്ലാസ് കാണാൻ നിൽക്കുന്നത് അവിടെയാണ് വെടിയേറ്റ് ഇന്ദിരാഗാന്ധി വീണത് അവസാനമായി. നമുക്ക് ഒരുപാട് ഓർമ്മകളുമായിട്ട് ഈ ധീരവനത, ഇന്ത്യയുടെ ഉരുക്കു വനതയെ നമുക്ക് ഓർക്കാം.
എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളുടെ ഉത്തരേന്ത്യൻ യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. അതായത് ഞാൻ ഏകദേശം ഒരു 10 ദിവസമായി ഇങ്ങനെ ഉത്തരേന്ത്യയിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഈ ഉത്തരേന്ത്യൻ യാത്ര ഇന്ന് അവസാനിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഷൂട്ട് ചെയ്തു. അത് പലതും ഞാൻ നിങ്ങളെ കാണിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, പലപ്പോഴും നമുക്കൊണ്ട് പറ്റുന്നത് മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാ കാര്യവും നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ നിങ്ങളെ കാണിക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് കാഴ്ചകളും സന്തോഷങ്ങളും ഭയവും ഒക്കെ നമുക്ക് ഈ യാത്രയിലൂടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 1-2 ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരം നൽകുകയാണ്. അതാണ് നമ്മളുടെ ഇന്നത്തെ വ്ലോഗിൻ്റെ ലക്ഷ്യം. ഓർത്തിരിക്കുന്ന മെമ്മറി എന്നുള്ള ചോദ്യം വന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ എൻ്റെ ഹൃദയത്തെ വല്ലാണ്ട് സ്പർശിച്ചതെന്ന് പറയുന്നത് രാജസ്ഥാനിലൂടെയുള്ള യാത്രയാണ്. രാജസ്ഥാനെക്കുറിച്ച് എൻ്റെ ഉള്ളിലൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച സമയത്ത് എന്നെ വല്ലാണ്ട് എന്നെ സ്പർശിച്ച കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരെല്ലാവരും തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണ കർഷകരാണ്. ഏകദേശം ഒറ്റ മുറിയിൽ താമസിക്കുന്ന, മുറ്റത്ത് ഒരു പശുത്തൊഴുത്തും ഒരു ആട്ടിൻ തൊഴുത്തൊക്കെ ആയിട്ട് ഉപജീവനം നടത്തുന്ന, കൃഷി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ. പക്ഷേ അവരുടെ പരിമിതികൾക്കുള്ളിൽ അവർ സന്തോഷം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു. അതിഥികളെ ഒരു നാണവും ഒരു ഇൻഹിബിഷൻസും ഒന്നും ഇല്ലാണ്ട് തന്നെ അതിഥികളെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നു. അതെനിക്ക് വല്ലാണ്ട് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഹൃദയത്തിൽ ഒരു പാഠം പോലെ ഞാൻ സ്വീകരിക്കുന്നു. ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല മെമ്മറിയായിട്ട് കരുതുന്നു. യാത്രക്കിടയിൽ അതും രാജസ്ഥാനിൽ തന്നെയാണ്. കാരണം ഞാൻ ഓർക്കുന്നത് വെച്ചാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബ്ലോഗിൽ, അതായത് നമ്മളുടെ ഓട്ടോ സവാരി ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു ചോദ്യം, മോൻ എവിടെന്നാ? ആ മലയാളം കേട്ട സമയത്തുണ്ടായിരുന്നൊരു നെട്ടലുണ്ട്. അങ്ങനെ ആ യാത്രക്കിടയിൽ കണ്ടെത്തിയ വ്യക്തി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഒരു ചേച്ചിയാണ്. പക്ഷെ ഇപ്പൊ പേര് മറന്നുപോയി. യാത്രക്കിടയിൽ കഴിച്ച ഫുഡ്, ഫേവറേറ്റ് ഫുഡ്? മലയാളി ഫുഡിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഈ യാത്രയിൽ ഭയങ്കര ചൂട് കൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. ധാരാളം വെള്ളം കുടിച്ചു. പക്ഷേ ഞാൻ ഓർത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ജയ്പൂരിൽ ഭയങ്കര വെയിലായിരുന്നു. ആ സമയത്ത് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കയറി. ഭാഗ്യത്തിന് മറ്റ് ഭക്ഷണങ്ങൾ, കട്ടി കൂടിയ ഭക്ഷണം ഒന്നും ഓർഡർ ചെയ്യാതെ ഒരു ഗ്ലാസ് ലസ്സി ഓർഡർ ചെയ്തു. ലസ്സി കുടിച്ചു. അതെൻ്റെ ഹൃദയത്തെ എല്ലാം തണുപ്പിച്ചത്, എൻ്റെ ശരീരത്തെ എല്ലാം തണുപ്പിച്ചത്, എൻ്റെ ഹൃദയത്തെ കൂടിയാണ് തണുപ്പിച്ചത്. ഞാൻ മറക്കില്ല ആ ലസ്സി അനുഭവം. അബദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ട്രെയിൻ യാത്രയിലെ ഒരുപാട് അബദ്ധങ്ങൾ എനിക്ക് പറ്റി ട്രെയിൻ യാത്രക്കിടയിൽ. അതായത് നമുക്കറിയാമല്ലോ, നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ എടുക്കും. പക്ഷെ അവരൊക്കെ നമ്മളുടെ ബോഗിലേക്ക് ഇടിച്ചു കയറും. പിന്നെ കിടക്കാൻ സ്ഥലം, നമ്മൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും തന്നെ സംഭവിക്കില്ല. പിന്നെ ഒരുപാട് അബദ്ധങ്ങൾ, കൃത്യസമയത്ത് നമുക്ക് ബസ്സിലേക്ക് എത്താൻ പറ്റുക, അങ്ങനെ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ഈ യാത്രയിൽ ഇനി ആരെങ്കിലൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ 2 തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഡൽഹിയിലും കൂടി വന്നല്ലോ. തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതയാത്രയിൽ എന്നെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ചരിത്രം അറിയാൻ, ഇന്ത്യയുടെ ഒരുപാട് ചരിത്ര സ്മാരകങ്ങളാണ് ഡൽഹി എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും ഇനി നിങ്ങളൊരു ഉത്തരേന്ത്യൻ യാത്ര നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡൽഹിയിൽ വരണം. ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങൾ കാണണം. ഡൽഹി എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ പുക അങ്ങനെയല്ല, അതിസുന്ദരമാണ് ഡൽഹി. അതിസുന്ദരമാണ് എൻ്റെ കാഴ്ചയിൽ